ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എല്ലാരും ചാറ്റിൽ റെസ്പോണ്ട് ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. ഓക്കെ, ഇനി ആരും ജോയിൻ ചെയ്യാനില്ലല്ലോ. നമ്മള് ലൈക്ക് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്തു. ലൈക്ക് യാ ഓക്കെ. യാ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് റിഷാൻ. ഐ എം ബേസിക്കലി ആൻ എഞ്ചിനീയർ. ഞാൻ നിങ്ങളെ പോലെ തന്നെ തൃശ്ശൂർ ജി എസ് സി കോളേജ് ഉണ്ടല്ലോ, തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചതാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ആക്ച്വലി ഞാൻ തൃശ്ശൂർ ജി.സിയിൽ വരുന്നത് ഞാൻ ലെറ്റ് എഴുതിയിട്ടാണ്. ഞാൻ പോളി പഠിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളി ആയിരുന്നു. അതിനുശേഷം സൗദി അറേബ്യയിൽ അവിടെ പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടും അക്കൗണ്ട് മാനേജറായിട്ടും വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം നിലവിൽ കമ്പനിയുടെ ക്യുനൈൻസ് അക്കാഡമിയുടെ ഓപ്പറേഷൻസും കാര്യങ്ങളും മാനേജ് ചെയ്യാണ്. ഓക്കെ, സോ നൈസ് ആൻഡ് വെൽക്കം യു ആൾ. You are in the right place so as to capture more in the IoT and robotics and all. And നിങ്ങൾ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ, നിങ്ങളുടെ കോളേജ്, ഡിപ്പാർട്ട്മെന്റ്, കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഈ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന ഈ റോബോട്ടിക്സ് IoT ഇതിൽ ഞാൻ സർട്ടിഫൈഡ് ആണ്. ഞാൻ UAE, അതായത് ദുബായ് ബേസ്ഡ് ഒരു ഹോം ഓട്ടോമേഷൻ കൺട്രോൾ 4 എന്ന് പറയുന്ന ഇതിൽ ഞാൻ അതിൽ പ്രോഗ്രാമിംഗ് സർട്ടിഫൈഡ് ആണ്. ഓക്കെ, പേര് ഓൾറെഡി നിങ്ങൾ അതിൽ കാണും, ഹിബ. ബട്ട് നിങ്ങളെ കോളേജ് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടേ സെഷൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനാണ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ ചാറ്റിൽ. നിങ്ങളെ കോളേജ്, ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മെൻഷൻ ചെയ്യും. Yeah, okay. Welcome Anushka. Welcome Jaswant Lal. Welcome Gaudam. Welcome Edwin, Afsa. Welcome Ria. Welcome Hiba. Welcome Neeraja. Ria Jones. So many of them from TKMEC. Okay, IT, Computer Science and Data Science. Okay. Afsa Hanifa, okay, from KMCT College. നിർമ്മല കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഞാൻ നിങ്ങളോട് ഒരു സജഷൻ ചോദിക്കട്ടെ. എനിക്ക് കുറെ പേര് ഇങ്ങനെ എൻക്വയറീസ് വരാറുണ്ട്. അതായത് പ്രൈവറ്റ് കോളേജിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതാണ്, ലൈക്ക് കേരളത്തിൽ പ്രൈവറ്റ് കോളേജസിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളത്. ഞാൻ ലൈക്ക് ഇപ്പൊ കുറെ പേര് നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിൽ കുറെ പഠിക്കുന്നുണ്ടല്ലോ. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്രഡിറ്റേഷൻസിന്റെ ബേസിസിൽ, പ്ലേസ്മെന്റിന്റെ ബേസിസിൽ, പിന്നെ അതേപോലെ തന്നെ റാങ്കിങ്ങിന്റെ ബേസിസിൽ, എഡ്യൂക്കേഷന്റെ കേസിൽ, ഈ ഒരു കേസസിലൊക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പ്രൈവറ്റ് കോളേജ് ഏതൊക്കെയാണ്?
പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയും. യൂണിവേഴ്സൽ കോളേജ് തൃശ്ശൂർ. നിങ്ങൾ കോളേജിലൊക്കെ ചേരുമ്പോൾ നോക്കിയിട്ടുണ്ടാവില്ലേ, ലൈക്ക് നല്ല പ്ലേസ്മെന്റ് ഉള്ളതും നല്ല അക്രഡിറ്റേഷൻ, അതേപോലെ ഏറ്റവും ബെസ്റ്റ് പിന്നെ ഫാക്കൽറ്റീസും നല്ല റാങ്കിങ് ഒക്കെ ഉള്ള കോളേജ് ഉണ്ടാവും. കോളേജസിന്റെ റാങ്കിങ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളത് ഏതാണ്? KMCT കോഴിക്കോടോ? അതാണോ ബെസ്റ്റ് കോളേജ്? ബെസ്റ്റ് കോളേജ്, നിങ്ങൾ ബെസ്റ്റ് കോളേജ് എഴുതിയിട്ട് ആ കോളേജിന്റെ പേര് എഴുതി, അങ്ങനെ ആവുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇത് രണ്ടും ഒരുമിച്ച് ചോദിച്ചുകൊണ്ട് ബിൻഡോ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റും അതേപോലെ ഡിപ്പാർട്ട്മെന്റും കോളേജും മാർക്ക് ചെയ്യും കേട്ടോ. പേര് എനിക്ക് ഓൾറെഡി ഇതിൽ കാണാം, നിങ്ങൾ മെസ്സേജ് ഇടുമ്പോഴേ. യൂണിവേഴ്സൽ ആണ് ബെസ്റ്റ് കോളേജ്. യൂണിവേഴ്സൽ കോളേജ് എവിടെയാണ്? TKM ലൈക്ക് സെൽഫ് ഇതല്ലേ, എന്താ പറയാ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് അല്ലേ TKM? ഞാൻ ചോദിച്ച പ്രൈവറ്റ് കോളേജ്. യൂണിവേഴ്സൽ തൃശ്ശൂർ ബെസ്റ്റ് ആണെന്ന് പറയണേ. യൂണിവേഴ്സൽ ബെസ്റ്റ്. അടുത്തത് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ്. യൂണിവേഴ്സൽ കോളേജിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്റെ ഓർമ്മയിലൊക്കെ. MITS ഫുൾ എന്താ? നിങ്ങൾ ഇങ്ങനെ ഇടുമ്പോ എനിക്ക് മനസ്സിലാവണില്ല. ലൈക്ക് ബെസ്റ്റ് കോളേജ് എഴുതിയിട്ട് കോളേജിന്റെ പേര് കൊടുക്കുക. ബെസ്റ്റ് കോളേജ് എഴുതിയിട്ട് ഞാൻ ചോദിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രൈവറ്റ് കോളേജിലെ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഇൻ ടേംസ് ഓഫ് പ്ലേസ്മെന്റ്, അതേപോലെ ഇൻ ടേംസ് ഓഫ് റാങ്കിങ്. അത് കോളേജിന്റെ റാങ്കിങ്ങൾ ഉണ്ടാവും ഓരോ കോളേജിനും. പിന്നെ ഇൻ ടേംസ് ഓഫ് അക്രഡിറ്റേഷനും, അതേപോലെ ഡിപ്പാർട്ട്മെന്റ്. ചിലപ്പോൾ കോളേജ് ഉഷാറാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മോശമായിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ലൈക്ക് അങ്ങനെയുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാ? ബെസ്റ്റ് കോളേജ് എഴുതിയിട്ട് കോളേജിന്റെ പേര് ടൈപ്പ് ചെയ്യും. കാരണം എനിക്ക് കുറെ എൻക്വയറി ഫാമിലിയിൽ നിന്നും മറ്റൊക്കെ ബെസ്റ്റ് കോളേജിൽ ഏതാണ് ചേർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, പക്ഷെ എനിക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ കുറെ പേര് പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളോട് ചോദിച്ചാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു കോളേജും ബെസ്റ്റ് അല്ല നിങ്ങൾ പറയണേ? നിർമ്മല കോളേജ്, മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമൃത കൊല്ലം. യൂണിവേഴ്സൽ കോളേജ് ആണ്. യൂണിവേഴ്സൽ കോളേജ് വള്ളിവട്ടം. അത് ഇവിടെ അല്ലേ? തിരുവനന്തപുരമാണോ? വള്ളിവട്ടം ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇരിഞ്ഞാലക്കുട. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിലിപ്പോ ഞാൻ ഏത് സെലക്ട് ചെയ്യാം? കുറെ ആളുകൾ കുറെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വള്ളിവട്ടം, ഇരിഞ്ഞാലക്കുട, യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലേ? പിന്നുള്ളത് MITS, നിർമ്മല കോളേജ്, മുത്തൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇത് 2-3 ഞാൻ സെലക്ട് ചെയ്യാണ്. ഒന്ന് നിങ്ങൾ പറഞ്ഞ നിർമ്മല കോളേജ് ഉണ്ട്, MITS ഉണ്ട്, യൂണിവേഴ്സൽ ഉണ്ട് അല്ലേ? ഓക്കെ, 3 കിട്ടി. ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേണ്. അപ്പൊ ഞാന് നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഐഡിയ കിട്ടി എനിക്ക്. അപ്പൊ നമുക്ക് നമ്മളെ സെഷനിലോട്ട് തിരിച്ചു വരാം. നിങ്ങളിപ്പോ എന്തിനാണ് ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തിരിക്കണേ? മൈക്ക് ഓൺ ആക്കി പറയേണ്ടവർ പറഞ്ഞോളൂ. നമ്മൾ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെഷന് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എംബഡഡ് സിസ്റ്റം, റോബോട്ടിക്സ്, IoT, പിന്നെ കുറച്ച് AI ടൂൾസ്, ഈ സംഭവങ്ങൾ ഒരു ബേസിക് ഫണ്ടമെന്റൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കിട്ടുമാണ്. നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കണം. ഞാൻ നിങ്ങൾ ഈ പറയുന്ന മാതിരി പോളിടെക്നിക്കും എഞ്ചിനീയറിംഗും സൗദിയിലും
ഓണ്ടർപ്രണർഷിപ്പും ബിസിനസ്സും, അതായത് 5 കൊല്ലം ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, 3 വർഷം IoT ഓട്ടോമേഷൻ ഇതിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു 10-15 വർഷമായിട്ട് ഇലക്ട്രോണിക്സിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു ക്ലാസ് എടുത്ത് പോകാമെന്നതിനേക്കാളും നമ്മൾ ബെറ്റർ ആയിട്ട് പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ പറയാ, യാ ഓക്കെ. ഹലോ, വിഘ്നേഷ് പറഞ്ഞോളൂ. എനിക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പിലൂടെ കുറച്ചുകൂടി എംബഡഡ് സിസ്റ്റത്തിനെ പറ്റിയും അതേപോലെ IoT ബേസ്ഡ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ കുറച്ചുകൂടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അതിനെപ്പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ജോയിൻ ചെയ്തത്. ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, അപ്രിഷിയേറ്റ്. സ്റ്റേജ് ഫിയർ ഇല്ലാണ്ട് സംസാരിച്ചതിന് റിയലി അപ്രിഷിയേറ്റ് വിഘ്നേഷ്. സ്റ്റേജ് ഫിയർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ചാറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം നിങ്ങൾ എംബഡഡ് സിസ്റ്റം ഇതിൽ നമ്മൾക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഇതിലിപ്പോ നമ്മൾ ആർഡിനോ പഠിക്കും, നോഡം CU അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രൊജക്ടുകൾ നമ്മൾ ചെയ്ത് കാണിക്കും. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈൻ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. കാരണം ഇത്രയും പറഞ്ഞപ്പോൾ ഈ ചാറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പല സ്ഥലത്തു നിന്നുള്ള കോളേജുകളിൽ നിന്ന് ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ആളുകൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം, ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ നടത്താതിരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി കോഡിങ്, ആർഡിനോ C കോഡിങ്, IoT എംബഡഡ് സിസ്റ്റം, സെൻസേഴ്സ്, റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ ബേസ്ഡ് പ്രൊജക്ടിന്റെ ഒക്കെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഇതിൽ നിന്ന് കിട്ടും. ഇലക്ട്രോണിക്സിന്റെ ഫൗണ്ടേഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോ മിനി പ്രൊജക്ട് ചെയ്യുന്ന ടൈമില്, ഫൈനൽ ഇയർ പ്രൊജക്ട് ചെയ്യുന്ന ടൈമില് ഒക്കെ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് പ്രൊജക്ടുകളൊക്കെ ആയിക്കോട്ടെ, ഒരു കോഡിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ഫണ്ടമെന്റൽ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ക്യാപ്ചർ ചെയ്യുക. ഓക്കെ, ക്ലിയർ? വേറെ ആരും ഒന്നും പറയാനില്ല? ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആദ്യം ഞാൻ ക്ലിയർ ആക്കി തരാം. വെറുതെ നമ്മൾ സെഷൻ എടുത്ത് പോയിട്ട് കാര്യമില്ല. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് 2 വീക്ക് ആയിരിക്കും. ഓക്കെ, 2 വീക്കാണ് നിങ്ങൾക്ക് മിനിമം ഇന്റേൺഷിപ്പ് വേണ്ടത്. 2 വീക്കാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 1 വീക്ക് പ്രോഗ്രാം ആയിരുന്നു നിങ്ങളെ 2019 സ്കീം ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് ഇപ്പം എന്തായിട്ടുണ്ട്, 2024 നിങ്ങളെ പുതിയ സ്കീം പ്രകാരം 2 വീക്ക് വേണം എന്നുള്ളതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീക്കിലായിരുന്നപ്പോ നമ്മൾ 1 വീക്ക് ആകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് 5 ഡേയ്സ് പ്രൊജക്റ്റും പിന്നെ ഒരു 5 ഡേയ്സിന്റെ ഒരു സെഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 6 ഡേയ്സിന്റെ സെഷൻ ആയിരിക്കും. 3 ഡേയ്സ് ക്ലാസ്സും പിന്നെ പ്രൊജക്റ്റും, പിന്നെ 3 ഡേയ്സ് ക്ലാസ്സും പിന്നെ പ്രൊജക്റ്റും, അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റോബോട്ടിക്സിന്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ. ഇന്ന് മാത്രം കുറച്ചൊരു തിയറി ഉണ്ടാവും, അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ പ്രാക്ടിക്കൽക്ക് കടക്കും, കോഡിങ്ങും കാര്യങ്ങൾക്ക് കടക്കും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വലിയൊരു സംഭവം ഒന്നുമല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, പിന്നെ ഇനി ഒരു ബേസിക് ഫൗണ്ടേഷനും വേണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിലിപ്പോ എത്ര പേർക്ക് കുറച്ചൊക്കെ കോഡിങ് അറിയാം? ലൈക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തോളം എത്ര പേരുണ്ട്? ജസ്റ്റ് ടൈപ്പ് I ഇൻ ദ ചാറ്റ് ബോക്സ്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത എത്ര ആൾക്കാരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്യണ്ട, I കമന്റ് ചെയ്താൽ മതി. ഓക്കെ, Angel and many are there. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കമന്റ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവരോടല്ല, എനിക്ക് പറയാനുള്ളത് ബയോളജി സയൻസ് എടുത്തിട്ടുള്ളവരാണ്. നിങ്ങൾ ഒരിക്കലും എന്താകരുത്, ബയോളജി സയൻസ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് കോഡിങ് അറിയില്ല എന്ന് വിചാരിക്കരുത്. ഇതിന് വലിയ കോഡിങ്ങിന്റെ ഇതൊന്നും വേണ്ട. അപ്പൊ ക്ലൗഡൊന്നും ഗ്രോക്കൊന്നും നമുക്ക് കോഡ് കിട്ടൂല്ലേ? പക്ഷെ ആ കോഡ് എന്താ എഴുതിക്കണം എന്നുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. എന്റെ കൂടെ ഞാൻ പഠിച്ചിരുന്നപ്പം GC തൃശ്ശൂരിൽ എന്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അയാൾ ബയോളജി സയൻസാ. അയാള് ഗൂഗിളിന്റെ ഒരു വൾനറബിലിറ്റി കണ്ടുപിടിച്ച് അയാൾക്ക് പിന്നെ അവാർഡ് സംതിങ് ലൈക്ക് ദാറ്റ് കുറെ പിന്നെ അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയിരുന്നു, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബയോളജി സയൻസുകാരനും അങ്ങനെ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നക്കും ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും
നിങ്ങളൊരു ബ്ലാങ്ക് പേജ് പോലെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് പേജ് ആയിട്ട് ഇരിക്കുക. ഒക്കെ ഫ്രം ദ സ്ക്രാച്ച്, ഫ്രം ദ 0 to hero എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം. നമുക്ക് സെഷൻസ് കിടക്കാം. ഓക്കെ, സ്ക്രീന് ഞാൻ ഷെയർ ചെയ്യാം. സ്ക്രീന് വിസിബിൾ ആണോ? ഒന്ന് മൈക്ക് ഓൺ ആക്കി പറഞ്ഞ ആരെങ്കിലും, ഞാൻ അല്ലെങ്കിൽ ചാറ്റ് നോക്കണം. അതെ, വിസിബിൾ ആണ്. വിസിബിൾ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് റോബോട്ടിക്സ് ആണ് കേട്ടോ. റോബോട്ടിക്സിന്റെ കേസിൽ ജസ്റ്റ് കുറച്ചൊരു തിയറി കാര്യങ്ങൾ വരും, പിന്നെ നമ്മൾ കൺട്രോളേഴ്സിലോട്ട് കടക്കും. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, റോബോട്ടിക്സിൽ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് ആദ്യം കുറച്ച് തിയറി ഉണ്ടാവും, പിന്നെ അതിന്റെ കമ്പോണൻസ് പഠിക്കും, റോബോട്ടുകളുടെ അപ്ലിക്കേഷൻസ് പഠിക്കും, പിന്നെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് പഠിക്കും, ലൈൻ ഫോളോവർ റോബോട്ട് പഠിക്കും, ബ്ലൂടൂത്ത് കൺട്രോൾഡ് റോബോട്ട് പഠിക്കും, സ്പൈഡർ റോബോട്ട് ഉണ്ടാവും, ഹ്യൂമണോയിഡ് ടീച്ചിങ് റോബോട്ട് ഉണ്ടാവും, ഫുഡ് സെർവിങ് റോബോട്ട് ഉണ്ടാവും. ഇത്രയും റോബോട്ടുകളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഫ്രം ദ സ്ക്രാച്ച്, വെറുതെ തിയറി പറഞ്ഞു പോവല്ല, ഓൺലൈൻ ആണെങ്കിൽ കൂടി ഇതിന്റെ ഒരു ഔട്ട്പുട്ട് മാക്സിമം കിട്ടുക, പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുണ്ടായിരിക്കും സെഷൻസ് പോകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, പ്രാക്ടിക്കൽ ആയിട്ട് ഇതെങ്ങനെ പഠിക്കാൻ പറ്റും ഓൺലൈൻ എന്നുള്ളത്. കോഡിംഗ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാം. ഈ സിമുലേഷൻസ് കാര്യങ്ങൾ കിറ്റിൽ ചെയ്ത് നോക്കേണ്ട സിമുലേഷൻസ് ഓൺലൈനിൽ ചെയ്ത് നോക്കാം. കണക്ഷൻസ് പഠിക്കാം, ഒക്കെ പഠിക്കാം. പക്ഷെ 100% ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കിറ്റിൽ ചെയ്ത് നോക്കേണ്ടി വേണം. ബട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, സിമുലേഷൻ വരെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ റോബോട്ട് എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത്, റോബോട്ട എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡ് എന്നാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളതാണ് കേട്ടോ. അതായത് ഒരു മെഷീൻ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനാണ് റോബോട്ട് എന്ന് പറയുന്നത്. അത് പിന്നെ എന്താ പറയാ, ഇതിൽ 2 വിധം റോബോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്ന് ഒരു ഹണിബീന്റെ അത്ര സൈസുള്ള ഒരു റോബോട്ട്, അത് എനിക്ക് തോന്നുന്നത് 0.2 mm ഉള്ളൂ. അതായത് 1 mm-നെ 10 ആക്കിയിട്ട് അതിന്റെ 2 ഭാഗം, അല്ലെ? 2 mm അല്ല, 0.2 mm ഉള്ളതിന്റെ സൈസ് വരുന്നത്. അത്രയും ചെറിയ റോബോട്ട് ഉണ്ട്. ഇതിന്റെ നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുന്ന നാനോ ബോട്ട്സുകളും ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പോ റോബോട്ടിക് സർജറി അല്ലെങ്കിൽ നാനോ ബോട്ട്സുകളൊക്കെ നമ്മൾ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തുകൊണ്ട് പിന്നെ എന്താ പറയാ, ബ്ലോക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ടൈപ്പുള്ള റോബോട്ട്സും അവൈലബിൾ ആണ്. തൊട്ട് താഴെ കാണിച്ചിട്ടുള്ള റോബോട്ടിക് ഷിപ്പ് വെസൽ, വിങ് ഷിപ്പ്, ഇത് പറയുന്നത് 200 മീറ്ററോളം ലോങ് ആയിട്ടുള്ള ഒരു റോബോട്ടാണ്. ഇത്ര വലിയ റോബോട്ടുകളും ഉണ്ട്, ചെറിയ റോബോട്ടുകളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് മെയിൻ പാർട്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഈ ഒരു ഫസ്റ്റ് കാണിക്കുന്ന ഒരു കൺട്രോളർ, ആർഡിനോ കൺട്രോളർ. ഇതിനകത്താണ് നിങ്ങൾ മെയിൻലി ഈ DIY പ്രൊജക്ട്, റോബോട്ടിക് പ്രൊജക്ടുകളൊക്കെ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ആർഡിനോ യുനോനെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, പരിചയപ്പെടുത്തി തരാം. ഇത് മൈക്രോ കൺട്രോളർ ആണ് കേട്ടോ. ഇതൊരു മൈക്രോ കൺട്രോളർ ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ബ്രെയിൻ. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ടത്. ഇത് നമ്മളെ ATM കാർഡിന്റെ ആ ഒരു സൈസുള്ള ഒരു ബോർഡാണ്. അതിനകത്ത് കുറെ കമ്പോണൻസ് ഉണ്ട്, മനസ്സിലാക്കി. എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളതും വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഏതൊക്കെ പിന്നുകൾ ഉണ്ട് എന്നുള്ളതും ഞാൻ വ്യക്തമാക്കി തരാം. ഓക്കെ, ഈ ഒരു കൺട്രോളറിൽ ഇപ്പൊ നിങ്ങള് എന്താ പറയാ, യെസ്, ഈ ഒരു കൺട്രോളറിൽ നിങ്ങൾ കുറെ സംഭവങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ? ഇതിനകത്ത് വരുന്ന മേജർ പോയിന്റ്സ് ഞാൻ ഫ്രം ദ ബിഗിനിങ് പറഞ്ഞുതരാം. A0 to A5 ഇവിടെ ശ്രദ്ധിക്കട്ടോ. A0 to A5 എന്ന് പറയുന്ന പിന്നുകളാണ് അനലോഗ് പിൻസ്. അതായത് 6 അനലോഗ് പിൻസ് ഉണ്ട്. അനലോഗ് ഡാറ്റ, അതായത് അനലോഗ് സിഗ്നലുകളൊക്കെ അല്ലെങ്കിൽ സെൻസറുകളൊക്കെ നമ്മൾ ഇതിനകത്താണ് കണക്ട് ചെയ്യുക. മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിനകത്ത് A0 മുതൽ A5 വരെയുള്ള അനലോഗ് പിന്നുകളുണ്ട്.
അനലോഗ് ആയിട്ട് വരുന്ന ഡാറ്റ, അതായത് അനലോഗ് സിഗ്നൽസ് ഒക്കെ ഇതിനകത്താണ് കണക്ട് ചെയ്യുക. പിന്നെ അതിനകത്ത് വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇന്ന്, ഗ്രൗണ്ട് രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഒരു 5 വോൾട്ട് ഉണ്ട്, 3.3 ഉണ്ട്, റീസെറ്റ് ഉണ്ട്, IO റെഫറൻസ് ഉണ്ട്. ഇത്രയും പിന്നുകളാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഉള്ളത്. റൈറ്റ് സൈഡിൽ 0 മുതൽ 13 വരെയുള്ള ഡിജിറ്റൽ പിൻസ്, ഡിജിറ്റൽ സിഗ്നൽസ്. 0101 എന്നുള്ളതാണ് ഡിജിറ്റൽ സിഗ്നൽ അല്ലെ. അതിൽ തന്നെ കുറെ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്, പിന്നെ വേറെ ഏതാണ്, ബൈനറി ഉണ്ട് അല്ലെ. അപ്പൊ കുറെ ഉണ്ട്. അപ്പം എന്താ പറയാ, 0 മുതൽ 13 വരെ ഡിജിറ്റൽ പിന്നാണ്. 0യും 1ഉം TX RX ആണ്. പിന്നെ 2, 3, 4, 5, 6 അങ്ങനെ പോയി 13 വരെ ഡിജിറ്റൽ സിഗ്നൽ ഉണ്ട്. പിന്നെ ഒരെണ്ണം ഗ്രൗണ്ടും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെ റെസ്പോണ്ട് ചെയ്യട്ടോ. കാരണം ഞാനിങ്ങനെ ഓൺലൈൻ എടുക്കുമ്പോഴേ ഓഫ്ലൈൻ ആകുമ്പോൾ എനിക്ക് കുട്ടികളെ കാണാൻ പറ്റും. ഞാൻ ഇതേപോലെ കുറെ ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. ഏകദേശം 3000-4000 എടുക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഈ ഒരു ടോപ്പിക്സിൽ മാത്രം കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓഫ്ലൈൻ ആയിട്ട് എടുക്കുമ്പോൾ കുട്ടികളെ ഫേസ് കാണാൻ പറ്റും. ഇതിന് നിങ്ങളെ ഫേസ് കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്തേപോലെ. ഇനി ഞാൻ ഇതിനകത്തുള്ള കമ്പോണൻസ് പറഞ്ഞുതരാം. ഇവിടെ ഉള്ളതാണ് ഇതിന്റെ പവർ ജാക്ക്. പവർ ജാക്ക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പവർ ചെയ്യുന്ന കണക്ടർ. ഇവിടെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, പിന്നെ ഒരു USB കണക്ടർ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ, ഓക്കെ. പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ഉണ്ട്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേറ്റർ ആണ്. ഇപ്പൊ ഇലക്ട്രോണിക്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എന്താ പറയാ, ഇതിനകത്ത് എത്ര പേര് ഇലക്ട്രോണിക്സ്, നിങ്ങളെ എനിക്ക് എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് മാത്രം ഒന്ന് കമന്റ് ചെയ്യോ? ഡിപ്പാർട്ട്മെന്റ് മാത്രം, കാരണം നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് വിലയിരുത്താൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് മാത്രം. EC ഉണ്ട്, IT ഉണ്ട്, CS, EC മെക്കാനിക്, AI, EC, CSE, CSE, EC, ഡാറ്റ സയൻസ്, CSE, ഇലക്ട്രിക്കൽ, CSE, EC, മെക്കാനിക്സ്, ഇലക്ട്രിക്കൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് CSE, സൈബർ ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. മെക്കാട്രോണിക്സ്, CSE. അപ്പൊ ഓൾമോസ്റ്റ് ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തവർ തന്നെയാണ്. അല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾക്ക് ഉണ്ട്. ക്രിസ്റ്റലിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ, ഒരു സിഗ്നൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സിഗ്നൽസ് ഒക്കെ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷെ അതായത് ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു ഇൻപുട്ട് ഉണ്ടാവും അല്ലെ, ഒരു ഇൻപുട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യേണ്ട സിഗ്നല് അല്ലെങ്കിൽ ഒരു പൾസ്, ഒരു ഹെർട്ട് ഉണ്ടല്ലോ. ഇതിന്റെ ഹെർട്ട് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റലാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഈ IC ആണ്. മനസ്സിലായോ? ഹെർട്ടിന്റെ പർപ്പസ് എന്താ? ഇത് പമ്പ് ചെയ്ത് കൊടുക്കുക, ബ്ലഡ് പമ്പ് ചെയ്യാണല്ലോ. പക്ഷെ ഇതിനകത്ത് ഹെർട്ടിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് പകരം നമ്മള് പൾസ് ആണ് പമ്പ് ചെയ്യുക. പൾസ് അറിയുമ്പോ അറിയാലോ അല്ലെ, ഒരു 01 സിഗ്നലുള്ള പൾസ്. പൾസ് എന്താ? പൾസ് അറിയുമ്പോ ഡോക്ടർമാര് അതാണ് പൾസ്. ഇപ്പൊ ChatGPTക്ക് പൾസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് ഡോക്ടർമാരടുത്തുള്ള പൾസും കാണിച്ചു തരും. കണ്ടോ? ഇതിനിപ്പോ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൾസ് ഇവിടെ എത്തി. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പൾസ്. ഈ 01 എന്നുള്ള ഈ സാധനം ഉണ്ടല്ലോ, മനസ്സിലായോ? ChatGPTനോട് നമ്മൾ പൾസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലേ ChatGPTക്ക് കൺഫ്യൂഷൻ ആവും. ഒന്നുകിൽ കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ നമ്മളെ ഹെർട്ടിന്റെ പൾസ്, BP പൾസ്, അങ്ങനെ പോകും അല്ലെ. ശരി, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പൾസ് അറിയണം, ഒറ്റ പൾസേ ഉള്ളൂ. അത് 01 അല്ലെങ്കിൽ ഒരു ഹൈ ലോ സിഗ്നൽ ആണ് അല്ലെ. ലോ എന്ന് പറയുമ്പോൾ 0 വോൾട്ട്, ഹൈ എന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാണില്ലെങ്കിൽ പറയട്ടോ. ഞാൻ ചിലപ്പോൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യും. അതൊന്നും മനസ്സിലാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലായില്ല എന്ന് പറയാം. റിപ്പീറ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം, അപ്പൊ തന്നെ റിപ്പീറ്റ് ചെയ്യും. നോ പ്രോബ്ലം. ഓക്കെ, ഫീൽ ഫ്രീ ടു ആസ്ക്. അപ്പൊ ഈ താഴെ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അത് 0 ആണ്. മേലെ കാണുന്നത് 1 ആണ്. അല്ലെങ്കിൽ ഇത് 3 വോൾട്ട് ആക്കാരം താഴെ കാണുന്നത്, മേലത്തത് 5 ആയിരിക്കും. ഒന്നുകിൽ താഴെ കാണുന്നത് 5 ആയിരിക്കും, അപ്പൊ മേലെ കാണുന്നത് 7 ആയിരിക്കും.
താഴത്തെ വോൾട്ടിനേക്കാളും മേലെ എപ്പോഴും കൂടുതലായിരിക്കും. ജനറലി താഴെ 0-ഉം മേലെ 5-ഉം ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു പൾസ്. ഈ പൾസ് ഉണ്ടാക്കി കൊടുക്കലാണ് എന്തിന്റെ പണി? എന്തിന്റെ പണി? ഈ ക്രിസ്റ്റലിന്റെ പണി. ക്രിസ്റ്റൽ ഓസിലേറ്റർ. യെസ്, ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓസിലേറ്റർ സർക്യൂട്ടറി തന്നെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. ഈ പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യൂലേ? ഈ പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യും. അപ്പൊ ഇതിൽ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിചാരിക്കുക. ഈ ഐസിയിലുള്ള ഓരോ ഇൻസ്ട്രക്ഷനും ഇതിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യിക്കല് ഈ ക്ലോക്ക് സിഗ്നൽ ആണ്. ഈ ക്ലോക്ക് ഇങ്ങനെ പൾസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹെർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെ. ഹെർട്ട് പമ്പിങ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകൾ നിൽക്കൂലേ? എന്നതുപോലെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പൾസ് കൊടുക്കൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഐസിയിലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഈ ക്രിസ്റ്റൽ ഇങ്ങനെ പൾസ് കൊടുക്കണേ, അതിനനുസരിച്ചിട്ട് ഈ ഐസിയിലുള്ള പ്രോഗ്രാം ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇങ്ങനെ അതൊക്കെ ഓരോന്നും പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോ ഓരോന്ന് 10 മണിക്കൂറോ വെച്ച് പറയാനുണ്ടാവും. പക്ഷെ കോർ പോയിന്റ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, ഒരു USB ഉണ്ട്, റെഗുലേറ്റർ ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്, ക്രിസ്റ്റൽ ഉണ്ട്. പിന്നെ ഇതാണ് അറ്റ്മഗ 328P IC എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ IC ആണ് അറ്റ്മഗ 328P IC. ഓക്കെ, ഈ IC ആണ് എന്ത്? ബ്രെയിൻ. യെസ്, ഈ ICക്കാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ അല്ലെ? ഇത്രയും അനലോഗ് പിൻസ് ഉണ്ട്, ഡിജിറ്റൽ പിൻസ് ഉണ്ട്, കുറച്ച് കമ്പോണൻസ് ഉണ്ട്, ബ്രെയിൻ ഉണ്ട്, പിന്നെ ഹെർട്ട് ഉണ്ട്. ബ്രെയിൻ എന്ന് പറയുന്നത് അറ്റ്മഗ 328P IC. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് SPK 1600G എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോ പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പേരാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കൺട്രോളറിലാണ് നിങ്ങൾ കാര്യമായിട്ട് പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമത്തെ മൈക്രോ കൺട്രോളർ ആണ് നോഡ് MCU. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ കൂടെ ഒരു വൈഫൈ ചിപ്പും കൂടെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹോം ഓട്ടോമേഷൻ ബേസ്ഡ് പ്രൊജക്ട്, ഇപ്പം എന്താ പറയാ, വോയിസ് കൺട്രോൾഡ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ വോയിസ് ടേൺ ഓൺ ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ആവും, ടേൺ ഓഫ് ലൈറ്റ് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ആവും, ഫാന് ഓട്ടോമേറ്റ് ചെയ്യാം, കർട്ടൻ ഓട്ടോമേറ്റ് ചെയ്യാം, ഗേറ്റ് ഓട്ടോമേറ്റ് ചെയ്യാം, മ്യൂസിക് സിസ്റ്റം ഓട്ടോമേറ്റ് ചെയ്യാം. ഇതൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഡൊമസ്റ്റിക് പർപ്പസിൽ ഹോം ഓട്ടോമേഷൻ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ സൗദിയിൽ നിന്നപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് DIY ബേസ്ഡ് പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഇതേപോലെ പ്രൊജക്ട് ബേസിസിൽ മാത്രം ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്കുള്ള മൈക്രോ കൺട്രോളർ ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ആർഡിനോ പ്ലസ് അതിന്റെ കൂടെ ഒരു ചിപ്പ്, ഒരു വൈഫൈ ചിപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. നോഡ് MCU അല്ലെങ്കിൽ ESP32 എന്ന് പറയും, അല്ലെങ്കിൽ ESP8266 എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഈ ഒരു ബോർഡ്. ഓക്കെ, ഇതിന്റെ ഒരു പ്രൈസും കൂടെ നിങ്ങൾക്ക് പറയാം. ആർഡിനോക്ക് ഏകദേശം 200-500 ആ റേഞ്ചിലൊക്കെ ഉള്ളു വരിക പല വേരിയൻസിന്. ഇതിന് ഏകദേശം 200 മുതൽ 300-400 ആ റേഞ്ചിലൊക്കെ ഇതിനകത്ത് വരുന്നുള്ളൂ ഈ കൺട്രോളറിന്. ഓക്കെ, പിന്നെ ഉള്ളത് ബിഗ് സീരീസ് ആണ്. ബിഗ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്താ പറയാ, ബിഗ് കൺട്രോളേഴ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രി പർപ്പസിനാണ്. ഓക്കെ, പിക് 16F887 എന്ന് പറയുന്ന കൺട്രോളർ ഒക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രി പർപ്പസിനാണ്. ഓക്കെ, ഈ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ ആർഡിനോ ഉണ്ടല്ലോ, ഇതിന്റെ IC ഊരിയിട്ട് നമുക്ക് വേണ്ട പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഈ ആർഡിനോ സീരീസിന്റെ നാനോ ഉണ്ട്, യുനോ ഉണ്ട്, മെഗ ഉണ്ട്. പിന്നെ ആർഡിനോ യുനോ എന്ന് പറയുന്നത് 14 പിന്ന് PWM സിഗ്നൽസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്, 0 to 13 വരെയുള്ള കാര്യങ്ങൾ, അനലോഗ് പിൻസ് A0 to A5 വരെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. കുറെ നമ്മൾ പഠിച്ചു പോവാന്നുള്ളതല്ല, പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മൈക്രോ പ്രോസസ്സേഴ്സും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അഡീഷണൽ, അതായത് പെരിഫറൽസ് ക്യാൻ ബി എക്സ്പാൻഡഡ് ഇൻ മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് കംപ്ലീറ്റ് അല്ല, റാം, റോം അങ്ങനത്തെ പെരിഫറൽസ് ഒക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പൊ റാസ്ബെറി പൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് ബേസിക്കലി ആൻഡ് CPU. നമ്മൾ സാധാ കമ്പ്യൂട്ടറിന്റെ CPU ഇല്ലേ, അതിനകത്തുള്ള പ്രോസസ്സറുകളൊക്കെ ഇതിനകത്ത് നടക്കും. ഇതിനകത്ത് OS നമുക്ക് ഫ്ലാഷ് ചെയ്യാം, ഏത് ലിനക്സ് കൊണ്ട് ഏതെങ്കിലും OS നമുക്ക് ഫ്ലാഷ് ചെയ്ത് വേണ്ടത് കമ്പ്യൂട്ടറായിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു മൗസും കീബോർഡും മോണിറ്ററും കണക്ട് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് റൈസൻ പ്രൊസസ്സർ. റൈസൻ പ്രൊസസ്സേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റൈസൻ പ്രൊസസ്സർ എവിടെ? ലാപ്പിൽ, എന്റെ ലാപ്പിലുണ്ട്. യെസ്, ലാപ്പിനകത്ത് വരുന്ന ഒരു പ്രൊസസ്സറാണ് റൈസൻ പ്രൊസസ്സേഴ്സ്. പിന്നുള്ളത് ARM പ്രൊസസ്സേഴ്സ് കേട്ടിട്ടുണ്ടോ ആരേലും? ARM പ്രൊസസ്സേഴ്സ് എവിടെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് വളരെ ബെറ്റർ ആയി. മറ്റുള്ളവർ ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തോളൂ, ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ. ARM പ്രൊസസ്സേഴ്സ് പ്രൊസസ്സേഴ്സ് കേട്ടിട്ടില്ല? നിങ്ങളെ ഫോണിനകത്തെ ARM 32 ബിറ്റ് ARM 64 ബിറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതാണ് ഈ സാധനം. ഓക്കെ, പിന്നെ മൈക്രോ കൺട്രോളർ ഉണ്ട്, മൈക്രോ പ്രൊസസ്സേഴ്സും ഉണ്ട്. ഇതിനകത്തുള്ള മേജർ ഡിഫറൻസ് എന്താ പറയാൻ പറ്റുമോ? ഞാനിത് രണ്ടും എക്സ്പ്ലെയിൻ. ഇതാണ് മൈക്രോ കൺട്രോളേഴ്സ് ഈ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇതാണ് മൈക്രോ പ്രൊസസ്സേഴ്സ്. ഇതിനകത്ത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറയും? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞോളി. എന്താണ്? നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് ഡ്രസ് ഉണ്ടാവില്ല കേട്ടോ. പറഞ്ഞോളി. മൈക്രോ കൺട്രോളർ മൈക്രോ പ്രൊസസ്സേഴ്സിന്റെ ഡിഫറൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറയാം. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, പെരിഫറൽസ് ക്യാൻ ബി എക്സ്പാൻഡ്. അതിനകത്തുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൈക്രോ പ്രൊസസ്സർ ഉണ്ട്. മൈക്രോ പ്രൊസസ്സർ കണ്ടെയ്ൻസ് ALU, കൺട്രോൾ യൂണിറ്റ്, ഡിഫറെന്റ് രജിസ്റ്റർ ആൻഡ് ഇന്ററപ്റ്റ് സർക്യൂട്ട്, അങ്ങനത്തെ സാധനങ്ങൾ. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് മൈക്രോ പ്രൊസസ്സർ, മെമ്മറി, റോം, റാം, IO ഇന്റർഫേസിംഗ് സർക്യൂട്ട്, പെരിഫറൽ ഡിവൈസസ്, AD കൺവേർട്ടർ. AD കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, സീരിയൽ IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ടൈമേഴ്സ് എക്സെട്ര. ഈ സാധനങ്ങളൊക്കെ ആണ് മൈക്രോ കൺട്രോളറിനകത്ത് ഉണ്ടാവുക. മൈക്രോ പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് മെനി ഇൻസ്ട്രക്ഷൻസ് ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ ദ മെമ്മറി ആൻഡ് CPU. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വേണം അതിനെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കോഡ് എന്ന് പറയുന്നത് വലിയ ലൈൻ ഓഫ് ഡിജിറ്റൽ ഡാറ്റ ആയിട്ടാണ് അതിനകത്ത് സ്റ്റോർ ആകുന്നതും എക്സിക്യൂട്ട് ആവുന്നത്. മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് വൺ ഓർ മോർ ഇൻസ്ട്രക്ഷൻസ് ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ മെമ്മറി ആൻഡ് CPU. അപ്പൊ ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, മൈക്രോ പ്രൊസസ്സേഴ്സ് വിച്ച് ഹാസ് 1 or 2 ബിറ്റ് ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ്. മൈക്രോ കൺട്രോളറിന്റെ കേസസ് വരുമ്പോൾ ഇറ്റ് ഹാസ് മെനി ബിറ്റ് ഹാൻഡ്ലിംഗ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 ഡിഫറൻസ്. മൈക്രോ പ്രൊസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പെരിഫറൽസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്മറീസും റാമും റോമും ഒക്കെ ലിമിറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ യൂസ് കേസിൽ അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് പവർ സപ്ലൈസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കാണിച്ചിരിക്കുന്ന പവർ സപ്ലൈ SMBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ വീട്ടിൽ ഇപ്പം ലാപ്പിന്റെ ചാർജർ നമ്മൾ SMBS എന്ന് പറയില്ലേ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഇതിന്റെ ഒരു ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയോ? അതായത് ശരിക്കും SMBS എന്ന് പറയുന്നത് വലിയ സൈസ് ആയിരിക്കും, വലിയ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള സാധനമായിരിക്കും. പക്ഷേ ഈ സാധനങ്ങള് ഇതിന്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ ഇതിന്റെ സൈസ് കുറക്കാൻ പറ്റും. ഹൈ ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ട്രാൻസ്ഫോമർ ഏറ്റവും കൂടുതൽ വെയിറ്റും ഇതും ഉള്ളത് ട്രാൻസ്ഫോമറാണ്. ഹൈ ഫ്രീക്വൻസിയിൽ റൺ ചെയ്യുമ്പോൾ
ട്രാൻസ്ഫോമറിന്റെ സൈസ് എല്ലാം കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊക്കെ എനിക്ക് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും ഞാൻ ആലോചിച്ച് നോക്കണേ, പോളിലൊരു പ്രകാശ് സാർ ഉണ്ടായിരുന്നു. സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക്സ് കമ്പോണൻസിന്റെ സൈസ് കുറക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ ആലോചിച്ചു. അപ്പൊ എന്താണ്, ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ട്രാൻസ്ഫോമറിന്റെ സൈസ് കുറയും, അങ്ങനെ ഡിവൈസിന്റെ സൈസ് കുറയും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹൈ ഫ്രീക്വൻസി, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പൾസ് സിഗ്നൽ ഉണ്ടല്ലോ, ഒക്കെ ഇതുമ്പോ തന്നെയാണ് കളി. ഈ പൾസ് സിഗ്നലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി, ഇതിപ്പോ ഒരു ബാൻഡ് ഡ്യൂട്ടി സൈക്കിൾ ഈ ഒരു ഗ്യാപ്പിന് പറയാം. ആ ഡ്യൂട്ടി സൈക്കിൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഇത് ഹൈ ഫ്രീക്വൻസിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഡിവൈസസിന്റെ സൈസ് കുറക്കാൻ പറ്റും. ഈ SMPS എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹൈ വോൾട്ടേജ് ആണ് ഇതിന്റെ ഫ്രീക്വൻസി കുറയുമ്പോൾ അതിന്റെ വോൾട്ടേജ് കുറക്കാൻ പറ്റും. SMPS ശരിക്കും എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 220 വോൾട്ടേജ് വരുന്നതിന് നമ്മൾ DC ആക്കിയിട്ട് 5 വോൾട്ടും 9 വോൾട്ടും 12 വോൾട്ടും 24 വോൾട്ടും ആക്കും അല്ലെ. അതിന് വേണ്ടിയിട്ട് പവർ കൊടുക്കാനാണ് നമ്മൾ SMPS യൂസ് ചെയ്യുന്നത്. ഈ ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ ബക്ക് കൺവേർട്ടർ എന്തിനാ യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റും? ബക്ക് കൺവേർട്ടർ ഉണ്ട്, ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. ബക്ക് കൺവേർട്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, വോൾട്ടേജ് കുറക്കാനേ. ബക്ക് കൺവേർട്ടറിന്റെ ഇൻപുട്ടിൽ നമ്മൾ 10 വോൾട്ട് കൊടുക്കുക അല്ലെങ്കിൽ 12 വോൾട്ട് കൊടുക്കുക. അതിന്റെ ഔട്ടിൽ നമുക്ക് 5 വോൾട്ട് ആണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 5 വോൾട്ട് കിട്ടും. 9 വോൾട്ട് ആണ് വേണ്ടത് വെച്ചാൽ 9 വോൾട്ട് കിട്ടും. ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് കറക്റ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്യുക. ഇതിനൊക്കെ ഒരു യൂസ് കേസ് ഒക്കെ ഉള്ളവർ, നിങ്ങൾ റോബോട്ട് ഉണ്ടാക്കുകയാണ് വിചാരിക്കുക. ഞാനൊരു റോബോട്ട് നിങ്ങളെ പോലെ കോളേജ് പഠിച്ചപ്പോൾ ഉണ്ടാക്കിയതായിരുന്നു ഈ സാധനം. ഞാൻ നിങ്ങളെ പോലെ കോളേജ് പഠിച്ചപ്പോ ഈ ഒരു റോബോട്ട്, യെസ്, ഈ കാണുന്ന റോബോട്ട് ഉണ്ടല്ലോ, തൃശ്ശൂർ ജീസിൽ ആരെങ്കിലും ഉണ്ടോ സ്റ്റുഡൻസ്? ഈ റോബോട്ട് ഇതിനകത്ത് നമ്മൾ കുറെ, എനിക്ക് തോന്നുന്നു 4-5 ബക്ക് കൺവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലേക്ക് നമ്മൾ പവർ കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രാപ്പിന് വേണ്ടിയിട്ട് കുട്ടികളുടെ വൈറ്റ് ബോർഡിൽ വരക്കുന്ന ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരച്ചു തരാനും, ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും, പിന്നെ കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കുക, പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുക, IoT കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിപ്പോ ഡയറക്റ്റ് 220 വോൾട്ടിന് കൊടുക്കുമ്പോ ഇതിൽ ഓരോ ഡിവൈസ് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ 5 വോൾട്ട് 9 വോൾട്ട് കേൾക്കാറ്. ആ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ബക്ക് കൺവേർട്ടറിലാണ്. മനസ്സിലായോ? ഇതിലിപ്പോ നമ്മൾ 9 വോൾട്ട് ആണ് കൊടുക്കുന്നത് വെച്ചാൽ എനിക്ക് 12 വോൾട്ട് ആയിട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി 5 വോൾട്ട് ആണ് വേണ്ടത് 5 വോൾട്ട്. അപ്പൊ എന്റെ ഡിവൈസ് 5 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇത് സെറ്റ് ചെയ്യുന്ന ഇവിടെ ഒരു കണ്ടോ, ഒരു തിരിക്കുന്ന സാധനം, റിയോസ്റ്റാറ്റ്. അതിമെനിക്ക് തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പിന്നെ ഡിവൈസിന് എത്ര വോൾട്ടാണ് വേണ്ടത് അത് ഈ ബക്ക് കൺവേർട്ടറിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ ഫോൺ ഉണ്ടല്ലോ, നിങ്ങളെ ഫോൺ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് റീചാർജ് ചെയ്യാം. എങ്ങനെ? ഇപ്പോ ഒരു സോളാർ പവർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ബാറ്ററി നിങ്ങളെ ബാറ്ററിയിൽ ചിലപ്പോൾ 3 വോൾട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളെ ഫോൺ ചാർജ് ചെയ്യാൻ 5 വോൾട്ടാണ് സ്റ്റാൻഡേർഡ്. അപ്പൊ പക്ഷെ ഫോണിന്റെ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ ചെയ്യരുതെന്ന് തന്നെ പറയുള്ളൂ. കാരണം ബാറ്ററി ലൈഫ് കുറയും. പക്ഷേ ഇപ്പൊ ഫ്ലഡ് ഒക്കെ ഉണ്ടായിരുന്ന ടൈമിൽ കുറെ ആൾക്കാർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്ററീസ് എടുക്കും, ബാറ്ററിന്ന് എന്ത് ചെയ്യും, ഈ ബക്ക് കൺവേർട്ടർ കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു USB കണക്ടർ കൊടുക്കും, എന്നിട്ട് 5 വോൾട്ട് ഇത് വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിന്ന് 3 വോൾട്ട് കൊണ്ട് വരുന്നുണ്ടെങ്കിൽ 5 വോൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നോ, ഈ 3 വോൾട്ട് ഉള്ള സാധനത്തിൽ നിന്ന് ഇതിൽ നിന്ന് എങ്ങനെയാണ് 5 വോൾട്ടായും? അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് വന്നോ? ഡൗട്ട് ഉണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3 വോൾട്ടുള്ള ബാറ്ററിന്ന് എങ്ങനെ 5 വോൾട്ട് കിട്ടുന്നത്? ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അതിനകത്ത് നിങ്ങൾ ബേസിക് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരച്ചുതരാം. ഓക്കെ, ഒന്നുമില്ല. അതായത് ഒരു പൈപ്പ് 1 സെന്റിമീറ്റർ ഡയമീറ്റർ, 1 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു പൈപ്പ്, അതിനകത്ത് കൂടെ പോണ വെള്ളം, അതിനകത്ത് കൂടെ വെള്ളം ഞാൻ വരച്ചുതരാം, അതാവും നല്ലത്. ഓക്കെ, സംഭവം വളരെ സിമ്പിൾ ആണ്. ഇപ്പോ ഓക്കെ, ഈ പൈപ്പ് ഉണ്ടല്ലോ, ഈ പൈപ്പിന്റെ ഈ ഭാഗമാണ് എന്ത്? ഇതിന്റെ വീതിയാണ് എന്ത്? 3 വോൾട്ട് എന്ന് വിചാരിക്കുക. ഇതിൽ കൂടെ പോണ വെള്ളം, ഇതിൽ കൂടെ വരുന്ന വെള്ളം, അതിന്റെ പവറാണ് ഇതിന്റെ കറണ്ട്. അതായത് ഇതിന്റെ വീതിയാണ് ഇതിന്റെ വോൾട്ടേജ്. ഇതിൽ കൂടെ എത്രത്തോളം പവറിൽ വരുന്നുണ്ട് അതാണ് ഇതിന്റെ കറണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് 1 ആംപിയർ ആണ് വിചാരിക്കുക. ഇത് 1 ആംപിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 വോൾട്ട് ആണ് വരുന്നത് വിചാരിക്കുക. ഒരു പൈപ്പ് കൂടെ, പൈപ്പിന്റെ വീതി അതിന്റെ വോൾട്ടേജ് ആയിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 3 വോൾട്ട് ആണ് വിചാരിക്കുക. അതിന്റെ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ് വിചാരിക്കുക. ഇത് രണ്ടും കൂടെ പവർ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു വോൾട്ടേജ് അല്ലേ, 3 × 1, 3 ആണെന്ന് വിചാരിക്കുക പവർ. പവർ നമുക്ക് എപ്പോഴും 3 ആക്കാറ്, പക്ഷെ നമുക്ക് വോൾട്ടേജ് കറണ്ട് മാറ്റിക്കൂടെ? ഇപ്പൊ ഞാൻ ഇതിന്റെ വീതി ഞാൻ കൂട്ടി, ഞാൻ ഇത്രയും വലിയ വീതിയാക്കി, മനസ്സിലായോ? വീതി കൂടുമ്പോ എനിക്ക് ഒബ്വിയസ്ലി എന്തായി? ഈ വീതി കൂട്ടുന്ന സംഭവമാണ് എന്ത് ചെയ്യണത്? ബക്ക് കൺവേർട്ടർ ചെയ്തത്. ഇതിന്റെ വീതി കൂടി, അപ്പൊ എനിക്കത് എന്തായി? 3 വോൾട്ട് എന്നുള്ളത് ഇവിടെ 5 വോൾട്ട് കിട്ടും. അപ്പൊ ഇവിടെ കറണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 0.5 ആംപിയർ ആൾക്കാരെ വന്നിട്ടുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ പവർ എപ്പോഴും സെയിം ആക്കാരെ, പക്ഷെ ഇതിന്റെ വോൾട്ടേജ് കൂട്ടി. മൊത്തത്തിൽ ആകെ തുക സെയിം തന്നെ ആക്കാരം പവർ, പക്ഷെ വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ട്? വോൾട്ടേജ് മാറി. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഒന്ന് ക്ലിയർ ആണോ? ഗൗതം, ഗൗതമി, അമ്മിനി ക്ലിയർ അല്ലേ? ഹിബ, വിഘ്നേഷ്, ഗോപാൽ, യെസ് ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബക്ക് കൺവേർട്ടർ. ഇത് ഭയങ്കര യൂസ് ഉള്ള സാധനമാണ്. ഇപ്പൊ നിങ്ങള് ഒരു കാലത്ത് ഇനിയിപ്പോ പെട്ടെന്ന് കറണ്ട് ഒക്കെ പോയി, നമ്മള് ഇപ്പൊ ഇതില് റിലീജിയസ് ബേസിസിൽ പറയുമ്പോൾ കിയാമത്താളാണ് വിചാരിക്കുക. അപ്പൊ അന്ന് ടെക്നോളജി ഒന്നും വർക്ക് ആവില്ല, ലൈക്ക് ഒന്നും വർക്ക് ആവുന്നില്ല. നെറ്റ് പോയി, ഫ്ലഡ് വന്നു, അങ്ങനെ ഒന്നും വരാണ്ടിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ലോക്കായി, പവർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി വെച്ചിട്ട് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ബക്ക് കൺവേർട്ടർ. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക. ഇത് ഞാനാ പറഞ്ഞ SMPSന്റെ ഇതാണ്. SMPS സർക്യൂട്ട് is operated by switching on and hence the voltage vary continuously. The output voltage is controlled by the switching time of feedback circuitry. ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടറി വഴിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്വിച്ചിങ് ടൈം is adjusted by adjusting the duty cycle. It is a device in which energy conversion and regulation is provided by power semiconductors that are continuously
സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് വിത്ത് ഹൈ ഫ്രീക്വൻസി തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച പൾസ്. അടുത്ത പോർഷൻസ് ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇനി മിക്കവാറും പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ഡയറക്ട്ലി എൻ്റർ ചെയ്യായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അതെ. ഇന്നത്തെ പോർഷൻസ് ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തേ? ആദ്യം നമ്മളൊന്ന് പരിചയപ്പെട്ടു. കണ്ടൻസുകൾ എന്തൊക്കെയാണ് റോബോട്ട്സുകൾ നമ്മൾ എടുക്കാന്നുള്ളത് പറഞ്ഞു. അതിന്റെ ഒരു റോബോട്ട് എന്നുള്ള വേർഡ് എവിടുന്ന് വന്നു എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ളതും ഹെവി ആയിട്ടുള്ള റോബോട്ടുകൾ പറഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് ആർഡിനോ യുനോ ഡിസ്കസ് ചെയ്തു, നോഡംസ്യൂ ഡിസ്കസ് ചെയ്തു, പിക് കൺട്രോളർ ഡിസ്കസ് ചെയ്തു, അതിനെങ്ങനെ ഒരു PCBക്ക് മാറ്റണം എന്നുള്ളത് ഡിസ്കസ് ചെയ്തു, റാസ്ബെറി പൈ ഡിസ്കസ് ചെയ്തു, റൈസന് പ്രോസസ് ഡിസ്കസ് ചെയ്തു, മൈക്രോ കൺട്രോളർ മൈക്രോ പ്രോസസറിലുള്ള ഡിഫറൻസ് ഡിസ്കസ് ചെയ്തു, SMBSന്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്തു, ബക്ക് കൺവേർട്ടറും അതിന്റെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തു, പിന്നെ SMBSന്റെ വർക്കിങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു സാധനം വെച്ചിട്ടൊക്കെ നമ്മൾ ഇനി ആർഡിനോ യുനോ വെച്ചിട്ടായിരിക്കും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ നോഡംസ്യൂ IoT ബേസ്ഡ് സാധനം. ഓക്കെ, ഇന്നത്തെ സെഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? SMBSന്റെ വർക്കിംഗ് അല്ലെ? SMBS പറഞ്ഞാല് അതായത് ഇപ്പൊ നിലവിലുള്ള പൾസിന്റെ ഡ്യൂട്ടി സൈക്കിൾ വളരെ ചെറുതാണ് വിചാരിക്കുക. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യാണ്. ഒരു സ്വിച്ചിനെ നിങ്ങള് ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ, നിങ്ങളെ വീട്ടിലെ സ്വിച്ചിനെ തന്നെ ഇങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ ഓൺ ഓഫ് ആക്കി കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ച് ഓൺ ഓഫ് ആകുമ്പോൾ അതിന്റെ വോൾട്ടേജ് നമുക്ക് കുറക്കാൻ പറ്റും. മനസ്സിലായോ? അതാണ് സിമ്പിൾ ആയിട്ട് SMBSന്റെ വർക്കിംഗ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ അപ്പൊ ആ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ക്ലാസ് ടൈം ഓൾമോസ്റ്റ് തന്നെ ആയിരിക്കും 8 to 9 അല്ലെങ്കിൽ 9 to 10. ഓക്കെ, 8 to 9 അല്ലെങ്കിൽ 9 to 10. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാ വൈൻഡ് അപ്പ് ചെയ്താലോ? സോ താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ആൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you. Thanks a lot. Thank you.